കിളിയെ കാണാൻ വേണ്ടി പോകട്ടെ. പെതിയെ കുഞ്ഞു വീഴും. അതേ പോകും. തട്ടി വീഴല്ലേ. കുഴപ്പമൊന്നുമില്ല. പണ്ട് ഇതുപോലെ ആയിരുന്നു മക്കളെ. ഇതുപോലെ നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം പാലങ്ങൾക്ക് പകരം കലുങ്കൊക്കെ പണിയുന്നതിന് പകരം ഇതുപോലെ നമ്മൾ തടിയൊക്കെ ഇട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. അതേ പറക്കും. ഓ കൂട്ടത്തോടെ പറക്കുന്നുണ്ട്. തൂങ്ങി ഇരിക്കുന്ന മുള്ളമ്പന്നി കിളിക്കൂട്. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുക കേട്ടോ. ഒന്നും പറയണ്ട മക്കളെ, അടിപൊളി അടാറ് നമ്മുടെ മുമ്പേ വീഡിയോകൾക്ക് ശേഷമായിട്ട് നമ്മൾ ഇന്ന് കുറച്ചധികം വീഡിയോകൾ നമ്മുടെ അടുത്തടുത്ത ദിവസങ്ങളിൽ എറണാകുളം ജില്ലയിൽ നിന്നാട്ടോ നമ്മുടെ വീഡിയോകൾ വരുന്നത്. അപ്പം ഇന്ന് നമ്മൾ തട്ടേക്കാടെന്ന് പറയുന്ന പക്ഷി നിരീക്ഷണ കേന്ദ്രം കാണാൻ വേണ്ടി പോവാണ്. അപ്പം ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ ഫാമിലി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ ഇവർക്കൊക്കെ വേണ്ടിയാണ് ഇന്നത്തെ യാത്രകളും കാര്യങ്ങളുമൊക്കെ. അപ്പം കുറച്ചധികം അടിപൊളി വീഡിയോകൾ നമ്മുടെ എറണാകുളം ജില്ലയിൽ നിന്ന് വരാനുണ്ട് കേട്ടോ. അപ്പോൾ കാത്തിരുന്നോണം അടുത്ത ദിവസങ്ങളെല്ലാം കിടുക്കാച്ചി വീഡിയോകൾ കാണാൻ വേണ്ടി. അപ്പോൾ നേരെ നമുക്ക് നമ്മുടെ പക്ഷി നിരീക്ഷണ കേന്ദ്രം കാണാൻ വേണ്ടി തട്ടേക്കാട് പക്ഷി നിരീക്ഷണ കേന്ദ്രം കാണാൻ വേണ്ടി പോകാം കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. യോ ഇവാച്ചിയേ എവിടെ പോവാ? ചെമ്പരത്തി പൂവായിരുന്നു നല്ലത്. പാലപ്പൂവാണോ? പിന്നെ നമ്മുടെ അപ്പു നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. അപ്പുവേ എങ്ങോട്ടാ? എങ്ങോട്ടെങ്കിലും പോവാ. നമുക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ യാത്ര തിരിക്കുക കേട്ടോ. ഇന്ന് നമ്മുടെ പക്ഷി നിരീക്ഷണ കേന്ദ്രം കാണാൻ വേണ്ടി നമ്മുടെ തട്ടേക്കാട് വന്ന കേട്ടോ. നമ്മൾ വന്ന വഴി ഇതെല്ലാം കണ്ട് വേണം നമുക്ക് പോകാൻ വേണ്ടി. നമ്മൾ മാമലക്കണ്ടമൊക്കെ പോകാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. മെയിനായിട്ട് നമ്മൾ മാമലക്കണ്ടത്തോട്ട് ഇറങ്ങിയാണ്. ആ റൂട്ടിൽ നമുക്ക് കാണാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അവിടെ നമുക്കൊരു സ്റ്റേ ഒക്കെ ഉണ്ട്. ഇന്ന് നമ്മളവിടെ സ്റ്റേ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സ്റ്റേയിലെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അങ്ങോട്ട് ചെല്ലുമ്പം പറഞ്ഞുതരാം. ഇത് നമ്മുടെ പക്ഷി നിരീക്ഷണ കേന്ദ്രം തട്ടേക്കാടുള്ളത് കേട്ടോ. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ വണ്ടിയൊക്കെ അവിടെ പാർക്ക് ചെയ്ത് കേട്ടോ. അവിടുന്ന് കുറച്ച് മുമ്പോട്ട് നടന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ കുറച്ച് സംഭവങ്ങൾ കാണാനുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പം അങ്ങോട്ട് പോയിട്ട് ഇവിടെ വന്ന് കയറാമെന്നാണ് പുള്ളി പറഞ്ഞത് കേട്ടോ. ഇവിടെ ഇരുന്ന ആൾ പറഞ്ഞു മുൻപോട്ട് പോയി അതെല്ലാം കണ്ടിട്ട് വന്ന് ഇവിടെ കയറി കാണുന്നതായിരിക്കും ബെറ്റർ എന്ന് പറഞ്ഞു. രാവിലെ നമ്മൾ വന്നു കേട്ടോ. രാവിലെ 7:30 അപ്പം നേരെ മുന്നോട്ട് പോട്ടെ. കിളിയെ കാണാൻ വേണ്ടി പോകട്ടെ ഞങ്ങൾ. ഇപ്പൊ കാക്ക നീ വീട്ടിലിരുന്ന് കാണുന്നതല്ലേ? ഇവിടെ എന്തോ കാക്കയാ? ഇവാച്ചിക്ക് വെള്ളത്തിൽ ചാടിയാൽ മതി കേട്ടോ. വെള്ളം ഭയങ്കര ഇഷ്ടമാണ്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് കേട്ടോ. ആ ചെക്ക് പോസ്റ്റിനോട് ചേർന്ന് തന്നെ ഉള്ളതാട്ടോ നമ്മുടെ ഈ പക്ഷി നിരീക്ഷണ കേന്ദ്രം. പ്രവേശനം ടിക്കറ്റ് ഉള്ളവർക്ക് മാത്രം 50 രൂപ കേട്ടോ നമുക്ക് ടിക്കറ്റ് വന്നത്. കുട്ടികൾക്ക് ടിക്കറ്റിൻ്റെ ആവശ്യമില്ല. അതാണ് ഇവിടുത്തെ ടിക്കറ്റ്. ഇതാണ് ഫ്രണ്ട് കവാടവും കാര്യങ്ങളും. ഇവിടെ ടിക്കറ്റില്ല, പ്രവേശനം അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. സമയമുണ്ട് 7 മണി 4:30 വരെ. അങ്ങനെ നമ്മൾ പക്ഷി നിരീക്ഷണ കേന്ദ്രത്തിനകത്ത് കയറി കേട്ടോ. ഇവിടെ വല്ലതും കിളികളൊക്കെ അലയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് ഏതൊക്കെ രീതിയിലുള്ള സാധനങ്ങൾ ഉള്ളത്. വന നിയമങ്ങൾ പാലിക്കുക, പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വലിച്ചെറിയാതിരിക്കുക. പിന്നെ ചുമ്മാ ആണോ? ആണോ?
ഇവിടെ ഒരു മാപ്പൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ, എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ള ആരോഗ്യം കാര്യങ്ങളുമൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇങ്ങനെ കയറി അകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിമനോഹരമായ കാഴ്ചകളും പക്ഷികളെയും കാണാൻ പറ്റുമെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞ കേട്ടോ. ഏതായാലും അകത്തേക്ക് പോവാം. ജുവാനയൊക്കെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ. പാലത്തിൽ കൂടെ നടന്നേ കാണണ്ട. ആ, ഇതൊക്കെ പണ്ട് പാലത്തിന് പകരം ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിരുന്നു. ഇതൊക്കെ കാണാൻ വേണ്ടിയാണ് നിങ്ങളെ കൊണ്ടുവന്നേ. ഇവിടെ പേടിച്ച് നിൽക്കുകയാണ്. ഇപ്പോൾ ജുവാനോ ചെല്ല്, ഇവ ചെല്ല്, ചെല്ലടാ. കുഴപ്പമൊന്നുമില്ല. പണ്ട് ഇതുപോലെ ആയിരുന്നു മക്കളെ. ഇതുപോലെ നമ്മുടെ സ്ഥലങ്ങളിലെല്ലാം പാലങ്ങൾക്ക് പകരം കലുങ്കൊക്കെ പണിയുന്നതിന് പകരം ഇതുപോലെ നമ്മൾ തടിയൊക്കെ ഇട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കിതൊക്കെ കാണാൻ പറ്റിയില്ല. ഇതൊക്കെ വലിയ ഭാഗ്യമോ. ഇതൊക്കെ കഴിഞ്ഞു, ഇതോടുകൂടി തീരുക. നിങ്ങളുടെയൊക്കെ തലമുറയോടുകൂടി ഇതൊക്കെ തീരും. നല്ല തേക്കിൻ്റെ കാതലുള്ള സാധനം കേട്ടോ. അപ്പൂൻ്റെ ഡാൻസുകൾ, അപ്പൂൻ്റെ കഴിഞ്ഞ പ്രാവശ്യത്തെ ഡാൻസ് വൈറലായി കേട്ടോ. ഞങ്ങള് കുഞ്ഞിപ്പുഴി കളിച്ചതാ. അപ്പൊ അത് വെച്ചോണ്ട് നമ്മള് ചുമ്മാ ഒന്ന് വൈബ് അടിച്ച. കണ്ടോ കണ്ടോടി, കിളിയെ കണ്ടോടി. ഇവിടെ വന്നിട്ട് കിളികളെ കണ്ടില്ലെന്ന് പറയല്ലേ. ആ മരത്തിലുണ്ട് കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ കൂടെ നിങ്ങളെ കാണിക്കാൻ പറ്റത്തില്ല, പക്ഷെ ധാരാളം കിളികളുണ്ട് കേട്ടോ. അതേ പറക്കും, ദേ പറക്കും, ദേ പറക്കും. ഓ, കൂട്ടത്തോടെ പറക്കുന്നുണ്ട്. ഓ, ഇഷ്ടം പോലെ സാധനം പോയി. നീ കണ്ട പറന്നു പോയ സാധനങ്ങൾ കാണാൻ പോകുന്നടി. ആ, വലിയ മരയണ്ണാനെന്ന് പറയുന്നത്. അങ്ങോട്ടൊന്നും പോയി കേട്ടോ. വലിയൊരു സാധനം. മിണ്ടാടി, ശബ്ദം ഉണ്ടാക്കാടി. കണ്ടോ, അവിടെ ഒരു ഫോട്ടോ പോലും കാണുന്നില്ല. ഇവിടെ ഒരു ഫോട്ടോ കാണുന്നു. എന്നെ സ്പീഡിലാ ഓടുന്നത്. എടുത്തിട്ടുണ്ടോ? ഹായ്, ഊതി വിട്ടേടി. ഇവയോട് പറഞ്ഞ ജുവാന മേലോട്ട് മേലോട്ട് ഊതു മോനെ. കൈ വെച്ചിട്ട് മേലോട്ട് ഊത്. മേലോട്ട് മണ്ടക്കോട്ട് തല വെച്ചിട്ട് ആ ഊത്. തിന്നല്ല പറഞ്ഞ ഊതടി. ഊത്. ആ, അതേ പോകും, ദേ പോകും, ദേ പോകും. തട്ടി വീഴല്ലേ. മരത്തെ പോയി ഇടിച്ചിട്ട് തിരിച്ചു വരല്ലേ. കണ്ടേയില്ല. പിടിച്ചിരുന്നോ? തൂങ്ങിയിരുന്നു. എടി അതെ പിടിച്ച് തൂങ്ങിക്കോ. ഞാൻ പിടിപ്പിക്കാം.
എൻ്റെ കൂടെ തലയും കുത്തി വീഴല്ലേ. ഇല്ല വെയിറ്റ് കാരണം താത്തൊന്നും പറ്റത്തില്ല, കയറുക എന്നുള്ളതേ ഉള്ളൂ. പെതിയെ പെതിയെ, കുഞ്ഞു വീഴും കുഞ്ഞു വീഴും. പെതിയെ പെതിയെ, ഇവാച്ചി വീഴും ഇവാച്ചി വീഴും. ഇങ്ങോട്ട് നോക്ക്. കമ്പ് അപ്പൊ ഇതെന്തുവാ? കണ്ടോ, അതിൻ്റെ അകത്ത് വലിയ മീൻ കിടപ്പുണ്ടോ. അയ്യോ അപ്പൊ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുമോ? ആ ഇറങ്ങാൻ പറ്റും. ആമ കണ്ടോ, ആമ ഒച്ച് എല്ലാം ഉണ്ടാക്കി വെച്ചേക്കുന്നുണ്ട്. ഇവിടെ മുഴുവൻ അക്വേറിയം. കണ്ട കിടക്കുന്ന സാധനം കണ്ട, രാജവമ്പാൽ. മോനെ കൈ കൊണ്ട് പിടിക്കല്ലോ ഇവിടെ കേട്ടോ. പാമ്പ് കൊണ്ടോ, അതേ ഇവിടെ കിടക്കുന്നുണ്ട് രാജവമ്പാല കേട്ടോ. അതേ കിടക്കുന്ന രാജവമ്പാല. ഈ നെറ്റ് കാരണം ഉണ്ടടാ. അവിടെ വീയോ വീയോ? ഇഷ്ടപ്പെട്ടോ? കൊള്ളായിരുന്നോ? ഇഷ്ടപ്പെട്ടില്ലല്ലേ? വെള്ളമായിരുന്നെങ്കിൽ ഓക്കെ, ഇതൊന്നും അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല. അതിമനോഹരമായ പക്ഷി സങ്കേതമൊക്കെ കണ്ട് നമ്മൾ അതിൻ്റെ അകത്തൂടെയൊക്കെ നടക്കുക കേട്ടോ. അടിപൊളിയായിരുന്നു. കുട്ടികളെയും കൊണ്ടൊക്കെ വന്ന് കാണാൻ പറ്റിയ അല്ലേ ജോന? ഇഷ്ടപ്പെട്ടോ? പാമ്പിനെയൊക്കെ കണ്ടോ? അയ്യോ ആ പാമ്പ് കടിക്കും വിഴുങ്ങുന്നുണ്ട്. അപ്പൊ അതിന്റെ തൊണ്ടയൊക്കെ ചെറുതല്ലേ? ആ അതിൻ്റെ ചെറുത്, അതൊക്കെ വലിയ വായാവും. ഇരിക്കുന്ന മുള്ളമ്പന്നി എൻ്റെ മോനെ കമ്പി വെച്ച് സെറ്റ് ചെയ്ത് പണിതേക്ക് കേട്ടോ. ഇവിടെ ഒരു പാർക്കൊക്കെ പോലെ സെറ്റ് ചെയ്തേക്ക് കേട്ടോ. അടിപൊളി. കിളിക്കൂട്. അതിമനോഹരമായ ബട്ടർഫ്ലൈ ഗാർഡൻ കാണാൻ വേണ്ടി പോവാട്ടോ എൻ്റെ മോനെ. ആ ഉണ്ട് കേട്ടോ, ഒരെണ്ണമെങ്കിലും ഉണ്ട് പേരിന്. അതിന് ബട്ടർഫ്ലൈ കാണിച്ചില്ലെന്ന് പറയല്ല, അതിമനോഹരമായ ബട്ടർഫ്ലൈ ആണ് ഇതുവഴി പറന്ന് നടക്കുന്നത്. ആഹാ, അതിവിശാലമായ ബട്ടർഫ്ലൈ ഗാർഡൻ കണ്ടോ. ഒരു സൗണ്ട് കേട്ടോ, നമ്മുടെ ഇതെന്നാ ചീവീടാന്ന് കേട്ടോ. പിന്നെ ശബ്ദം ഒന്നറിയോ. ഇവിടെ കുറേ മരങ്ങളാണ് കേട്ടോ. നമ്മുടെ ജന്മനക്ഷത്രം വൃക്ഷങ്ങൾ എന്ന് പറയുന്ന സംഭവം കേട്ടോ. ഓരോരുത്തരുടെയും ജന്മനക്ഷത്രവും അതുമായിട്ട് ബന്ധപ്പെട്ട സംഭവങ്ങളൊക്കെ കേട്ടോ ഇത്. ചിത്രങ്ങളിലും രൂപങ്ങളിലും സ്പർശിക്കരുതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ആമുഖമൊക്കെ പോസ് ചെയ്ത് ഇതൊക്കെ വായിക്കേണ്ടത് വായിച്ച് മനസ്സിലാക്കുക. ഉണ്ടായി ജോന, ഇതെല്ലാം നോക്കി പഠിച്ചോ? ഇതൊക്കെ സ്കൂളിൽ പഠിപ്പിക്കുന്നതാണ്. പക്ഷികളെ കുറിച്ചൊക്കെ ചോദിക്കുമ്പോൾ നിനക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അപ്പൂ നോക്കി പഠിക്കലോ. അപ്പൂ എല്ലാം നോക്കി പഠിക്കലോ. ആ ഇനിയാ പഠിക്കാൻ പോകുന്നല്ലേ? നല്ല തുടർ. ഇത് എങ്ങനെയാ സാധനം? കോഴിയാണോ?
പക്ഷികളെയൊക്കെ കണ്ടോ? എങ്ങനെയുണ്ട് തട്ടേക്കാട് വന്ന് പക്ഷികളെയൊക്കെ കണ്ടിട്ട്? പത്തിനെ കണ്ടില്ല. പക്ഷിയെ കണ്ടില്ല? നീ പിന്നെ ഇവളെല്ലാം കണക്കാണ്. ആകാശത്തിലുള്ള പക്ഷികളെ മാത്രമേ കണ്ടുള്ളൂ. പിന്നെ എവിടെ ഉള്ള പക്ഷികളെ നിനക്ക് പിന്നെ കാണുന്നത്? ഒരു മോൻ കണ്ടായിരുന്നോ? നല്ലതായിരുന്നോ? ആ മയിലിനെ കണ്ടപ്പോ നല്ല രസം. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ തട്ടേക്കാട് വിശേഷങ്ങളും കാര്യങ്ങളും. അടുത്ത ദിവസമൊക്കെ കിടുക്കാച്ചി വീഡിയോകൾ വരുന്നുണ്ട്. നമ്മൾ മാമലക്കണ്ടത്ത് അടിപൊളി ഒരു വീഡിയോ ഒക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്. അതൊക്കെ കാണാൻ വേണ്ടി കാത്തിരുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കിടുക്കാച്ചി വീഡിയോകളുമായി വീണ്ടും കാണും വരെ എല്ലാവർക്കും ബൈ ബൈ. ഇനി ചില സാധനങ്ങൾ ബൈ ബൈ. കേറാം.